ഓക്കെ, നമ്മളുടെ നന്ദനയിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. നന്ദന നമ്മുടെ ക്ലാസ് ഒന്ന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മളുടെ ഐവിസ് കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഐവിസ് കുടുംബത്തിലെ കൺസൾട്ടന്റ് ആണ്, സൈക്കാട്രിസ്റ്റ് കൺസൾട്ടന്റ് ആണ്. വളരെയധികം സന്തോഷത്തോടുകൂടി നന്ദനയെ സ്വാഗതം ചെയ്യുന്നു. നന്ദന. ഹലോ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എന്റെ വീഡിയോ വിസിബിൾ ആണോ? അല്ലല്ല, കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ വിസിബിൾ ആണോ? ഇപ്പൊ കാണാം. ഓക്കെ. ഓഡിയോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഇല്ല, കുഴപ്പമില്ല. ഞാൻ വീണ്ടും പറയുന്നു, നമ്പറും പേരും ഒന്ന് മെസ്സേജിൽ ഒന്ന് ഇടുക. സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ്, അത് ചെയ്യാം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് നന്ദന. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഗുഡ് ഈവനിങ് ആൻഡ് താങ്ക്സ് ഫോർ ജോയിനിങ് ഈ ഒരു സെഷനിൽ. എനിക്ക് ഉറപ്പാണ് കുറേ പേര് വളരെയധികം ഇൻട്രസ്റ്റോടെ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ജോയിൻ ചെയ്ത് ഒത്തിരി പേരെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സോ ആദ്യം ഇത് നമ്മൾ ഈ സെഷനിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിനു മുന്നേ ഒരു ചെറിയ റിക്വസ്റ്റ് എനിക്കുണ്ട്. ഒന്ന് ക്യാമറ ഓണാക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് ക്യാമറ ഓണാക്കി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആയിട്ട് സെഷൻ എടുക്കാം. അല്ലെങ്കിൽ നമുക്കിത് ഭയങ്കര മൊണോട്ടോണസ് ആയിട്ട് പോകും. ഞാനിവിടെ ഒരു ക്ലാസ് എടുക്കുന്ന പോലെ ഇപ്പോൾ. അപ്പം അതിനേക്കാളും കുറച്ചൊന്ന് ഡിസ്കഷൻ മോഡിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോവാം. അപ്പോൾ ക്യാമറ ഓണാക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ക്യാമറ ഓണാക്കുക, മൈക്ക് ഓണാക്കി സംസാരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മൈക്ക് ഓണാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ഓക്കെ. സോ ആദ്യം തന്നെ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. എൻ്റെ പേര് നന്ദന വിനയൻ എന്നാണ്. ഞാൻ ഐവിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗെയിൻ ഇൻസൈറ്റിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുവാണ്. ഓൾസോ ഞാൻ ഹൈക്യൂ മെൻ്റൽ ഹെൽത്ത് ക്ലിനിക്കിലെ ABA തെറപ്പിസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന കാറ്റഗറി എന്ന് പറയുന്നത് കുട്ടികളാണ്. അതിലും ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് വരുന്ന കുട്ടികളിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സെഷനിൽ ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നത്. കാരണം എനിക്കറിയാവുന്ന ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ഈ ഒരു സെഷൻ എങ്ങനെ ഫ്രൂട്ട്ഫുൾ ആക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂറോ ഡെവലപ്മെൻറ്റൽ കണ്ടീഷൻസിൽ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. എന്നാലും അതിൽ മെയിനായിട്ട് ഞാൻ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലാണ് വർക്ക് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് ADHD, ലേണിംഗ് ഡിസബിലിറ്റി പോലുള്ള പല കണ്ടീഷൻസും കൂടെ വരുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ സെഷൻ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെർച്വൽ ഓട്ടിസം എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ടാണ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ കൺസെപ്റ്റ്? വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് കേട്ടിട്ടുള്ളവരുണ്ടോ? അത് നിങ്ങൾ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? ആർക്കെങ്കിലുമൊക്കെ ഒന്ന് മൈക്ക് ഓണാക്കി ഒന്ന് പറയാമോ? അല്ലെങ്കിൽ ചാറ്റ് ബോക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാനാണ് ഞാൻ കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് സെഷൻ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ യു ക്യാൻ യൂസ് ദി ചാറ്റ് ബോക്സ്, അല്ലെങ്കിൽ മൈക്ക് ഒന്ന് ഓണാക്കി പറയാം. എന്താണ് വെർച്വൽ ഓട്ടിസം എന്ന ഒരു വേർഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല നന്ദന, നമ്മൾ അങ്ങനെ വെർച്വൽ ഓട്ടിസം അങ്ങനെ ഓട്ടിസം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അല്ലാതെ വെർച്വൽ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ മോന് 10 വയസ്സായി. വെർച്വൽ ഓട്ടിസം ആണ് മോൻക്ക്. ഓക്കെ മാം. ഓക്കെ. വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ വെർച്വൽ ഓട്ടിസം? അപ്പം വെർച്വൽ ഓട്ടിസം വായിച്ചു കേട്ടിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾ മെയിൻ ആയിട്ട് സെഷൻ, അതായത് വെർച്വൽ ഓട്ടിസത്തിനെ കുറിച്ചൊരു സെഷൻ വരുവാണെന്ന് കണ്ടപ്പോൾ വാട്ട് ഈസ് ദി ഡ്രൈവിംഗ്, എന്തുകൊണ്ടാണ് നിങ്ങൾ കയറിയത്? ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു കാര്യം അറിയാനാണോ, അതോ കേട്ടിട്ട് പക്ഷേ കൂടുതൽ അറിയണം, അല്ലെങ്കിൽ എന്താ സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വല്ലതുമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് കയറിയവരാണ്? ഇങ്ങനെയാണ് എന്താണ് നിങ്ങൾ ഇതിൽ കയറിയ ഒരു മെയിൻ തിങ്? എന്താണ് നിങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തത്? നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഈ കോൺസെപ്റ്റ് കുറച്ചായിട്ട് കേട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള റിയാലിറ്റി എന്താണെന്ന് അറിയണം എന്നുണ്ടായിരുന്നു. ഇത് ശരിക്കും ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് അല്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇതെന്താ ശരിക്ക് അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. മൻഹലും റിപ്ലൈ ഇട്ടുണ്ട്, കുറച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു.
അപ്പോ നമ്മൾ ആദ്യം വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന പോലെ ഇപ്പം റിയ പറഞ്ഞതുപോലെ ഇത് നമുക്കൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസിൽ വരുന്ന ഒരു ഡിസോർഡർ അല്ല. അല്ലാതെ നമ്മൾ ഈ റീസെന്റ് എമർജിംഗ് ട്രെൻഡ്സിൽ വന്നപ്പോൾ, അതായത് നമ്മൾ ഈ ഒരു ഡിജിറ്റൽ ഇറയിലേക്ക് കടന്നപ്പോൾ നമുക്ക് വന്ന ഒരു കണ്ടീഷനാണ് വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. ഓൺഗോയിങ് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് നടക്കുന്ന ഒരു മേഖലയാണ്. അപ്പം ലൈക്ക് ഈ ഈവൻ നൗ ഇൻഫർമേഷൻ ബീങ് കളക്റ്റഡ് അല്ലെങ്കിൽ ഓൺഗോയിങ് റിസർച്ച് ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ അതൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആയിട്ട് നമ്മുടെ സൈക്കോളജിയിലോ അല്ലെങ്കിൽ സൈക്യാട്രിയിലോ നമ്മൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം വെർച്വൽ ഓട്ടിസം എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഓട്ടിസം എന്താണെന്നും കൂടെ കുറച്ച് അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടിസം എന്നുള്ളത് ഓൾമോസ്റ്റ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കണം എന്താണ് ഓട്ടിസം എന്നുള്ളത്, അല്ലെ? അപ്പോൾ ഓട്ടിസം എന്നുള്ളത് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷൻ. അപ്പൊ ഞാൻ അങ്ങനെ ന്യൂറോ ഡെവലപ്മെന്റൽ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിൽ വരുന്ന പ്രശ്നങ്ങൾ കാരണം, അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റം ആൻഡ് ബ്രെയിൻ ഡെവലപ്മെന്റിൽ വരുന്ന പ്രശ്നങ്ങൾ കാരണം നമ്മുടെ സോഷ്യൽ സ്കിൽസ്, അതായത് സാമൂഹികപരമായിട്ട് നമുക്ക് ഇടപെടാനുള്ള ഒരു കഴിവുകൾ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന രീതി, കൊഗ്നേറ്റീവ് ആയിട്ടുള്ള സ്കിൽസ്, ചിന്തിക്കുന്ന, ഓർത്തിരിക്കുന്ന, ആലോചിക്കുന്ന, പെരുമാറുന്ന, ഓരോ ഫീലിങ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ രീതിയിലൊക്കെ കുറച്ച് ലിമിറ്റേഷൻസ് വരും, അല്ലെങ്കിൽ കുറച്ച് ഡെഫിസിറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് നമ്മുടെ ഓട്ടിസം എന്ന് പറയുന്നത്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്നാണ് നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് പറയുന്നത്, ഒരു അംബ്രല്ല ടേം പോലെ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ മെയിൻ ആയിട്ട് ASD കേസ്, ASD മീൻസ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ കേസസ് ആയിട്ട് ഡീൽ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ ക്ലിനിക്കിലോട്ട് വരുമ്പോൾ ഒരു 10-40 കേസസ് നമുക്ക് പെർ ഡേ വരുമ്പോൾ ഓരോ കേസും ഓരോന്നിന്നും വ്യത്യസ്തമാണ്. നമ്മൾ ആദ്യം കാണുന്ന കേസിന്റെ പോലെ അല്ലായിരിക്കും നമ്മളൊരു 30ാമത്തെ കേസ് എത്തുമ്പോൾ. ഓരോ കുട്ടികളും ഓരോ രീതിക്കും വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒരു സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ ഇന്റൻസിറ്റി മാറും, അതിന്റെ ഫീച്ചേഴ്സ് കുറെ വ്യത്യാസം വരും. അപ്പം ജനറൽ ഫീച്ചേഴ്സ് ഡിഫറെന്റ് സെയിം ആണെങ്കിലും ചില ഫീച്ചേഴ്സ് ഭയങ്കര യൂണീക്ക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഓട്ടിസത്തിന് ഒരു സ്പെക്ട്രം ഡിസോർഡർ എന്ന് നമ്മൾ മെയിൻ ആയിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഓട്ടിസത്തിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതായത് നമ്മൾ സോഷ്യലി മറ്റൊരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, അവരുമായിട്ട് കൊണ്ടുവരിക, അതിലൊക്കെ നമുക്കൊരു ഡെഫിസിറ്റ് ഉണ്ടായിരിക്കും. എന്ത് കാരണമാണ്? നമ്മുടെ ഈ ഒരു പ്രോബ്ലം കാരണമായിട്ട് നമുക്ക് സോഷ്യൽ ഇന്ററാക്ഷൻ, സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ, ഇതിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതായത് ഒരു കുട്ടി വരുവാണ്, അപ്പോൾ യൂഷ്വലി കുഞ്ഞു കുട്ടികളാവുമ്പോൾ ജനിച്ചു കഴിയുമ്പോൾ അവർ ആദ്യം എന്താണ്, കരയും. ജനിച്ചു കഴിയുമ്പോൾ കരയും. പിന്നെ അതുപോലെ തന്നെ ഓരോ വയസ്സിലും അവർ അച്ചീവ് ചെയ്യുന്ന കുറെ മൈൽ സ്റ്റോൺസ് ഉണ്ട്. അതായത് നമ്മൾ പറയത്തില്ലേ, 6 മാസമാകുമ്പം നമ്മൾ പിടിച്ചിരിക്കാൻ പറ്റും, കമിഴ്ന്ന് വീഴും, ഒരു 1-2 വയസ്സിനിടയിൽ ഓടും, നടക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു 6 മാസത്തിൽ തന്നെ ചിലപ്പോൾ നമ്മൾ മുഖമൊക്കെ തിരിച്ചറിയുക, ചിരിക്കുക, നമ്മളെ മുഖത്ത് നോക്കി ചിരിക്കുക. പിന്നെ ഇപ്പൊ അമ്മയും അല്ലാതെ വേറൊരു സ്ട്രേഞ്ചറിനെയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റും, ആ ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടുവരിക. ഇങ്ങനെ ഓരോ വയസ്സിനും ഓരോ മൈൽ സ്റ്റോൺസ് നമുക്കുണ്ട്. അപ്പോ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിലോട്ട് വരുമ്പോൾ ഈ മൈൽ സ്റ്റോൺസ് പലതും ഡിലേഡ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മൾ ഓട്ടിസം സ്പെക്ട്രം എപ്പോഴും നമ്മൾ വളരെ യങ് ആയിരിക്കുമ്പോൾ, മെയിൻ ആയിട്ട് അവരുടെ ഒരു 1 to 2 years ഓഫ് ഏജിലായിരിക്കും നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും, നോക്കി സംസാരിക്കുന്നില്ല, നമ്മളൊരു സാധനം പോയിന്റ് ചെയ്യുമ്പോൾ അതിലോട്ട് കുട്ടി നോക്കുന്നില്ല, ആ കുട്ടിയുടെ ഫോക്കസ് അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ പേര് വിളിക്കുമ്പോൾ കേൾക്കുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, അവർക്കൊരു ഇന്ററാക്ഷൻ, ഒരു റെസിപ്രോസിറ്റി ഉണ്ടാവുന്നില്ല. അതായത് നമ്മൾ ചിരിക്കുന്നു, തിരിച്ച് നമ്മളെ നോക്കി ചിരിക്കുക, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ ഹായ് കാണിക്കുക, അങ്ങനെയുള്ള ഒരു റെസ്പോൺസസ് അവരുടെ അടുത്തുനിന്ന് വരില്ല. അത് ഇവർക്ക് ഈ ഒരു ഡെവലപ്മെന്റൽ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഡെഫിസിറ്റ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് ഇവർക്ക് വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും ഉള്ളത്. അത് ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി ഇപ്പം അവരുടെ സ്കെഡ്യൂൾ എന്ന് പറയുന്നത് രാവിലെ എണീക്കുന്നു, അവർ ബ്രഷ് ചെയ്യുന്നു, ബാക്കി സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നു, ഒരു 9-10 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, 11 ഒക്കെ ആകുമ്പോൾ അവർ കുറച്ച് നേരം എന്തെങ്കിലും ഒരു റീഡിങ് ഹാബിറ്റ് ആണെങ്കിൽ റീഡിങ്ങിന് വേണ്ടി ഇരിക്കുന്നു, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നു, ഈവനിങ് കുറച്ച് നേരം TV വാച്ച് ചെയ്യുന്നു. അങ്ങനെ ഒരു സ്കെഡ്യൂൾ ഉള്ള ഒരു കുട്ടി. ആ സ്കെഡ്യൂൾ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ആ സ്കെഡ്യൂൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മൾ വൈകിട്ടത്തെ ആ ഒരു TV ടൈമിൽ നമ്മൾ പുറത്തു പോയിട്ട് വരുവാണ്, പുറത്ത് പോയിട്ട് വന്ന് നമ്മൾ TV കാണാമെന്ന് പ്ലാൻ ചെയ്യുവാണ്. അപ്പൊ
അപ്പൊ നമുക്ക് ഇറ്റ് ഈസ് വെരി ഓക്കെ. കാരണം നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ റുട്ടീൻ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് കീപ്പപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള ഒരാൾക്ക് ഒരിക്കലും ആ ഒരു റുട്ടീൻ ഡിസ്ട്രപ്ഷൻ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ അയാൾക്ക് ഭയങ്കര ഡിസ്ട്രെസ് വരും. അപ്പൊ എന്ത് പറ്റും? അയാൾ ഭയങ്കര അത് ബിഹേവിയേഴ്സ് എന്ന് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് കുറച്ചുകൂടെ പ്രോബ്ലമാറ്റിക് ബിഹേവിയേഴ്സ്, അതായത് കരഞ്ഞ് ബഹളം വയ്ക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഇറിറ്റബിൾ ആയിട്ടുള്ള സിംറ്റംസ് കാണിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് കുറച്ച് വാശി പിടിച്ച് നിൽക്കാം. അങ്ങനെയുള്ള കുറച്ച് അൺവാണ്ടഡ് ബിഹേവിയേഴ്സ് നമുക്ക് എക്സിബിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയുവാണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എത്ര നേരത്തെ ഒരു കാര്യം കണ്ടുപിടിക്കുന്നു അത്രയും നേരത്തെ നമുക്ക് അതിനുള്ളൊരു ഇന്റർവെൻഷൻ പ്രൊവൈഡ് ചെയ്ത് അതിനുള്ളൊരു തെറപ്പി അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു മെഡിക്കേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം എത്ര നേരത്തെയാണോ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് 1 to 2 years നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇത് നമുക്ക് പാരന്റ്സിന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് യൂഷ്വലി ഉള്ള ഏജ്, അതായത് നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പൊ എന്താണ് നമുക്കറിയാം, ഓക്കെ 1 വയസ്സാവുമ്പം കുട്ടി എന്താണ് സ്വാഭാവികമായിട്ട് നടന്നു തുടങ്ങും, അല്ലെങ്കിൽ കുറച്ച് വാക്കുകൾ സംസാരിച്ചു തുടങ്ങും, അല്ലെങ്കിൽ ഒരു 6 മാസം ആകുമ്പോൾ കമിഴും. അപ്പൊ നമുക്കറിയാം ഓക്കെ നമ്മുടെ കുട്ടികൾ ഇന്ന മാസം ആകുമ്പോഴത്തേനും ഈ ഒരു കാര്യം ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മൾ നോക്കുവാണ് ഓക്കെ 1 വയസ്സായിട്ടും കുട്ടി കമിഴുന്നില്ല, അല്ലെങ്കിൽ ഒരു 2 വയസ്സായിട്ടും കുട്ടി ഒന്നും സംസാരിക്കുന്നില്ല, ആരുടെ മുഖത്ത് നോക്കുന്നില്ല, ആരുമായിട്ടൊരു ഇന്ററാക്ഷൻ ഇല്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്ത് അവരെ ഒന്ന് അറ്റൻഡ് ചെയ്ത് ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതായത് കുട്ടിക്കാലത്തുള്ള നമ്മുടെ കുട്ടികൾ അതേ ഏജിലുള്ള മറ്റു കുട്ടികൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഏജിലുള്ള മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാണ് ഏറെക്കുറെ നമ്മൾ ഓട്ടിസത്തിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്നത് ആസ് എ പാരന്റ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ രീതിയിൽ. ബാക്കി നമ്മൾ ഒരു ക്ലിനിക്കൽ എന്ന രീതിയിൽ നമ്മൾ അസസ്മെന്റ്സ് ചെയ്ത് ഓട്ടിസം ഐഡന്റിഫൈ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനായിട്ടോ നമുക്ക് അസസ്മെന്റ്സ് ഉണ്ട്. ആ അസസ്മെന്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓട്ടിസം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതാണ് ഓട്ടിസം എന്ന് പറയുന്നത്. ഒരു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് ചോദിച്ചാൽ എന്താണ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി പതിയെ വെർച്വൽ ഓട്ടിസത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അതിനു മുമ്പ് ഓട്ടിസം എന്ന കൺസെപ്റ്റ് ക്ലിയർ ആകാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കാരണം ഓട്ടിസം എന്താണ്, അതിന്റെ സിംറ്റംസ് എങ്ങനെയായിരിക്കും എന്നറിഞ്ഞാൽ ഞാൻ വെർച്വൽ ഓട്ടിസം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഇതുവരെ ഉള്ളത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് പറയാമോ? അപ്പൊ വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കുമല്ലോ. നമ്മളിപ്പോ ഏതൊരു ഇറയിലാണ് നമ്മൾ വളരെ ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ സ്ക്രീൻസ് ഒക്കെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഇറയിലാണ് നമ്മൾ ആക്ച്വലി ഉള്ളത്, അല്ലെ? ഈവൻ നമ്മളാണെങ്കിൽ പോലും, നമ്മൾ പാരന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അഡൽട്സ് ആണെങ്കിൽ പോലും നമ്മൾ ഒത്തിരിയും ഈ ഫോൺ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യുക, TV യൂസ് ചെയ്യുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ മെയിൻ ആയിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ കുട്ടികളും നമ്മളെ പോലെ തന്നെ ഒരുപാട് സ്ക്രീൻ എക്സ്പോഷറിലോട്ട് പോകുന്നുണ്ടെന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ ക്ലിനിക്കിലെ കേസസ് വരുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നതിലുപരി ഓൾറെഡി നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കുട്ടികൾ ഇപ്പോ പെട്ടെന്ന് അവർക്ക് പഴയതുപോലെ ഒന്നും അല്ല എന്നുള്ള പരാതികളാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതെന്ത് എന്നുള്ളൊരു ഇതിൽ വന്നപ്പോഴാണ്, ഇത് കോവിഡ് പാൻഡമിക്കിന് ശേഷമാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്. അതായത് കോവിഡ് സമയത്ത് നിങ്ങളറിയാമല്ലോ കോവിഡ് സമയത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത്. നമ്മൾ ഫുൾ വീട്ടിനകത്തായിരുന്നു, നമുക്ക് വേറെ സോഴ്സസ് ഓഫ് എന്റർടൈൻമെന്റ് ഇല്ല. അപ്പൊ മോസ്റ്റ്ലി നമ്മൾ ഫോണിലായിരുന്നു, പിന്നെ TV യൂസ് ചെയ്യുമായിരുന്നു, ലാപ്ടോപ്പ് യൂസ് ചെയ്യുമായിരുന്നു. അപ്പം മെയിൻ ആയിട്ട് ഭയങ്കര സ്ക്രീൻ ഡോമിനേറ്റഡ് ആയിരുന്നു നമ്മുടെ ലൈഫ് എന്നുള്ളത്. അപ്പൊ ആ ടൈമിൽ അഡൽട്സിന് പോലും ഒരുപാട് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, കോൺസ്റ്റന്റ്ലി ഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ ബ്രെയിൻ ഫോഗ് ഉണ്ടാകും. നമ്മൾ പറയത്തില്ലേ കുറെ നേരം ഇങ്ങനെ ഫോൺ യൂസ് ചെയ്ത് കുറെ കഴിയുമ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാണ്, യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ബ്രെയിൻ ഫോഗ് ഉണ്ടാവും. നമ്മളിങ്ങനെ കുറെ തോട്ട്സിൽ സ്റ്റക്കായി പോകും. നമ്മളിങ്ങനെ ചിന്തിച്ചെടുത്തോണ്ട് എന്തുവാ ചിന്തിച്ചുകൊണ്ടിരുന്നത്, എന്താണ് ആലോചിച്ചുകൊണ്ടിരുന്നത്, നമുക്കൊരു ഡിസ്കണക്ഷൻ, ആ ഒരു തോട്ടിൽ നിന്ന് ഡിസ്കണക്ഷൻ. പിന്നെ അറ്റൻഷന്റെ ഇഷ്യൂസ്, വളരെ നന്നായിട്ട് നമ്മൾ ഓരോ കാര്യം ചെയ്തുകൊണ്ടിരുന്നു. അഡൽട്സ് ആണെങ്കിൽ പോലും അറ്റൻഷന്റെ ഇഷ്യൂസ് വരുന്നുണ്ട്, കോൺസെൻട്രേഷന്റെ ഇഷ്യൂസ് വരുന്നുണ്ട്, മെമ്മറി, അങ്ങനെയുള്ള നമ്മൾ ചിലപ്പം
നോട്ടീസ് പോലും ചെയ്യാത്ത രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ആക്ച്വലി ഒരു റിസൾട്ട് ആയിട്ട്, അതായത് ഈ വളരെ എക്സസീവ് ആയിട്ട് ഡിജിറ്റൽ മീഡിയ യൂസ് ചെയ്യുന്നതിന്റെ ഒരു ഫലമായിട്ട് വന്നു തുടങ്ങി എന്നുള്ളതാണ്. അത് എത്ര പേരാണ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അഡൽസിൽ വരുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മൾ എപ്പോഴും വർക്കിലും പിന്നെ ബാക്കി കാര്യങ്ങളിലും പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന ഒരു കണ്ടീഷൻ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ അഡൽസിന് ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഈ ഒരു മീഡിയ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കുട്ടികൾ എത്രത്തോളം ആയിരിക്കും അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കൊന്ന് പറയാവോ? ലൈക്ക് പോസ്റ്റ് പാൻഡമിക്, അതായത് ആ കോവിഡിന് മുമ്പുള്ള നിങ്ങളും കോവിഡിന് ശേഷമുള്ള നിങ്ങളും സെയിം ആണ് എന്നിപ്പോഴും പറയുന്ന ആളുകളുണ്ടോ? അതോ ഇല്ല ഞാനും ആ സമയത്ത് വളരെയധികം ഫോണൊക്കെ യൂസ് ചെയ്ത് സ്ക്രീൻ ടൈം ഒക്കെ യൂസ് ചെയ്തു, ഇപ്പൊ എനിക്കും അറ്റൻഷന്റെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ പറയുന്ന ആരെങ്കിലും ആണോ? അതോ നിങ്ങൾക്കും ഓക്കെ ഇല്ല കുഴപ്പമൊന്നുമില്ല, കോവിഡ് മാറിയപ്പോൾ ഫോൺ ടൈം ഒക്കെ കുറഞ്ഞു, സ്ക്രീൻ ടൈം കുറഞ്ഞു, എല്ലാം ബാക്ക് ടു നോർമൽ ആണ്? അതോ ആർക്കെങ്കിലും തോന്നാറുണ്ടോ എന്തോ എവിടെയോ അറ്റൻഷന്റെ കുറച്ച് പ്രശ്നം, ചിന്തിക്കുമ്പോഴത്തേനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്, ചില കാര്യങ്ങൾ മിഡ് വേ മറന്നു പോകുന്ന പ്രശ്നം വരുന്നുണ്ട്, ഇങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളിൽ തന്നെ? തീർച്ചയായിട്ടും നന്ദന, അത് വരാറുണ്ട്. കാരണം ഡിസ്ട്രാക്ഷൻസ് നമുക്ക് വരും. ഇപ്പൊ പഠിത്തത്തിലാണെങ്കിലും നമ്മൾ കുറച്ചു നേരം പഠിക്കും, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും സ്ക്രീനിലോട്ട് പോകും. അങ്ങനെ, കാരണം ഇപ്പൊ ഫോണിലാണല്ലോ എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഡിസ്ട്രാക്ഷൻസ് വരാറുണ്ട്. 5 മിനിറ്റ് പഠിച്ചാൽ 1 മണിക്കൂർ ഫോണിലായിരിക്കും. അങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു വരാറുണ്ട്. തസ്നി മോളും പറഞ്ഞിട്ടുണ്ട് യെസ് നല്ല പ്രശ്നമുണ്ട് എന്നുള്ളത്. യെസ് കറക്റ്റ് ആണ്. കാരണം നമ്മൾ അത്രയും നമ്മൾ ഡിജിറ്റൽ മീഡിയ യൂസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, അഡൽട്സ് എന്ന രീതിയിൽ നമുക്ക് ഇത്രയും ഇമ്പാക്ട് ഉണ്ടാകുമെങ്കിൽ ഡെവലപ്പിംഗ് ഇയേഴ്സിൽ കൂടെ കടന്നു പോകുന്ന ഡെവലപ്പിംഗ് ഇയേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് ഒരു 0 to, അതായത് ബർത്ത് ടു ഒരു 6 years ഓഫ് ഏജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ക്രൂഷ്യൽ ഇൻ ദ സെൻസ് നമുക്ക് ആ സമയത്താണ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് മോസ്റ്റ്ലി നടക്കുന്നത്. അപ്പൊ ആ സമയത്തായിരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ ഇന്ററാക്ഷൻ സ്കിൽസ് ആയാലും നമ്മുടെ കൊഗ്നേറ്റീവ് സ്കിൽസ് ആയാലും ഒക്കെ നമുക്ക് ആ സമയത്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് കൊച്ചു കുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം, അവർ വളരുന്ന പ്രായമാണ് എന്ന് നമ്മൾ പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അവരാ വളരുന്ന പ്രായത്തിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിനിടയിൽ അവർക്ക് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അവരുടെ ഭാവിയിലുള്ള ബിഹേവിയറിനെയും അവരുടെ കൊഗ്നേറ്റീവ് എബിലിറ്റീസിനെയും അവരുടെ ഭാവിയിലുള്ള ഒരു രീതി, ഒരു ലൈഫ് സ്റ്റൈലിനെ തന്നെ ബാധിക്കാം എന്നുള്ള രീതിക്കാണ്. അവിടെയാണ് നമ്മൾ വെർച്വൽ ഓട്ടിസത്തിന്റെ ഒരു കാര്യം നോക്കുന്നത്. അതായത് കോവിഡ് സമയത്ത് ഒരുപാട് സ്ക്രീൻ യൂസ്, അതായത് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ചില സമയം നമുക്ക് പിള്ളേരെ നോക്കാൻ ടൈം ഉണ്ടായിരിക്കില്ല. നമുക്ക് മേ ബി വർക്ക് ഫ്രം ഹോമിന്റെ എന്തെങ്കിലും തിരക്കുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മേ ബി നമുക്ക് ഹൗസ് ഹോൾഡ് വർക്ക്സിന്റെ ആയിരിക്കാം, മേ ബി റെസ്റ്റ് ആൻഡ് റിലാക്സ് ആയിരിക്കാം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ നമ്മുടെ കുട്ടിയെ ഏറ്റവും കാമായിട്ട് ഇരുത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഇതെന്ന് പറയുന്നത് TV, അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഇട്ട് കൊടുക്കുക, ഫോൺ ഇട്ട് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് നമ്മളും തിരിഞ്ഞു അല്ലെ. എത്ര പാരന്റ്സ് ആണ് വീട്ടിൽ അവർക്ക് ലൈക്ക് ഒട്ടും ടൈമില്ല എങ്കിൽ പോലും കുട്ടിയെ TV സ്ക്രീനിൽ നിന്ന് മാറ്റിയിരുത്തുന്നത്. അല്ലെ നമുക്കറിയാം ഒരു ഡോക്ടർ വിസിറ്റിന് നമ്മൾ പോവുകയാണ്, അവിടെ പോകുമ്പോഴത്തേനും കുട്ടി ഭയങ്കരമായി കരഞ്ഞ് ബഹളം വെക്കുവാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് തോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് കൈയിരിക്കുന്ന ഫോൺ എടുത്ത് കൊടുക്കുക, ഒരു വീഡിയോ പ്ലേ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമ്മുടെ ഒരു റിയാക്ഷൻ അങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാൻ വിട്ടുപോകുന്നതെന്ന് പറഞ്ഞാല് ഇതിന് വലിയ ഇഫക്ട്സ് ആണ് ഉണ്ടാകുന്നത്, എസ്പെഷ്യലി കുട്ടികളിൽ. ഒരു 3 വയസ്സ് അല്ലെങ്കിൽ ഒരു 6 വയസ്സിനുള്ള കുട്ടികൾക്ക് ഒരുപാട് സ്ക്രീൻ ടൈം നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഓട്ടിസം പോലെയുള്ള, ഓട്ടിസത്തിൽ ഞാൻ കുറെ സിംറ്റംസ് പറഞ്ഞായിരുന്നു, സോഷ്യൽ ഇന്ററാക്ഷൻ സ്കിൽസ്, സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ ഡെഫിസിറ്റ്സ് ഉണ്ടാകും, അവർക്ക് റെപ്പറ്റേറ്റീവ് ബിഹേവിയർ ഉണ്ടാകും, ഒരു റിജിഡിറ്റി ഉണ്ടാകും, റുട്ടീൻ ഡിസ്ട്രപ്ഷൻ ഒന്നും അവർക്ക് പറ്റില്ല എന്ന് പറയും. അതുപോലെയുള്ള സിംറ്റംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരുപാട് ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അറ്റൻഷന്റെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരിക്കും, അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല, ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന എന്തോന്നാണ്, കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ സബ്ജക്ട് ടഫ് ആയതിന്റെ പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ ക്ലിനിക്കലി കേസ് വരുമ്പോഴായാലും അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി കേസ് വരുമ്പോഴായാലും നമ്മൾ അൾട്ടിമേറ്റ്ലി ചോദിക്കുന്നത് സ്ക്രീൻ ടൈം എങ്ങനെയാണ്, സ്ക്രീൻ യൂസേജ് എങ്ങനെയാണ്. അപ്പം ഇറ്റ് ഈസ് വെരി ഷോക്കിംഗ് സംടൈംസ് ഒരു കുട്ടി ഓവർ 3 hours അവര് സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ മുംബൈയിലായിരുന്നപ്പോൾ ഉള്ളൊരു കേസ് എന്ന് പറയുന്നത്, ഒരു കുട്ടി അമ്മയും ആ കുട്ടിയുടെ അമ്മുമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പൊ ആദ്യം അവര് മെയിനായിട്ട് സിംറ്റംസ് ഒക്കെയാണ് പറഞ്ഞത്, കുട്ടിക്ക് ഐ കോണ്ടാക്ട് ഇല്ല, വിളിച്ചാൽ കേൾക്കുന്നില്ല, ഒരു റെസ്പോൺസ് ഇല്ല, ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ ഇല്ല
എന്നിങ്ങനെ ഉള്ള പരാതികൾ അങ്ങനത്തെ കംപ്ലൈൻറ്റ്സ് പോലെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അമ്മ ഇതിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പണ്ട് എൻ്റെ കുട്ടി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, മുമ്പേ എൻ്റെ കുട്ടി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, മുമ്പേ എന്ന് പറയുമ്പം ഏതിനു മുമ്പേ, എന്തിനു മുമ്പാണ്? അപ്പൊ പറഞ്ഞു അത് കോവിഡ് സമയത്തിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ തുടങ്ങിയത്, അതിന് മുമ്പൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്ന രീതിയിൽ അവർ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു സ്ക്രീൻ ടൈം ഉണ്ടോ? അപ്പൊ അമ്മ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇല്ലില്ല, ഞങ്ങൾ അങ്ങനെ ഫോൺ കൊടുക്കാറില്ല. ഇതാണ് അമ്മ പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെ ഫോൺ കൊടുക്കാറില്ല. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത് സ്ക്രീൻ ടൈം ഉണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും പാരന്റ്സ് അല്ലെങ്കിൽ അഡൽട്സ് മനസ്സിലാക്കാതെ പോകുന്നത്, നമ്മുടെ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഫോൺ മാത്രമല്ല, ഫോൺ അതിൽ ഒരു ഘടകം മാത്രമാണ്. ഫോൺ ഉണ്ട്, നമ്മളതിൽ ലാപ്ടോപ്പ് ഉണ്ട്, നമുക്ക് TV ഉണ്ട്. അപ്പൊ കുട്ടികളിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് TV വാച്ചിങ്, എത്ര ടൈമാണ് അവർ ആ ഒരു TV വാച്ച് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ പാരന്റ്സ് പറയുന്നത് വെച്ചാൽ TV അത്രയും ദൂരെയല്ലേ ഇരിക്കുന്നത്, പിന്നെ അവർ അതിൽ ആവശ്യമുള്ള കാര്യങ്ങളല്ലേ കാണുന്നത്. ഇപ്പൊ അവർ ഈ പാട്ടൊക്കെ കണ്ടു പഠിക്കുന്നു, അപ്പൊ അതവരുടെ ലേണിങ്ങിന് എയ്ഡ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് സഹായിക്കുകയല്ലേ ചെയ്യുന്നത് എന്നുള്ളതാണ് അവരുടെ ഒരു ഇത്. പക്ഷേ നമ്മൾ പറയുന്ന പോലെ അമിതമായാൽ അമൃത് വിഷം. അപ്പം ഒരു 3 മണിക്കൂറിന് കൂടുതൽ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂറോളം ഒരു സ്ക്രീൻ ടൈം കുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഓട്ടിസം പോലെയുള്ള സിംറ്റംസ്, അതായത് സോഷ്യൽ സ്കിൽസിലും അവരുടെ കൊഗ്നിറ്റീവ് സ്കിൽസിലും അവരുടെ ഇമോഷണൽ ഡൊമൈൻസിലും ഒക്കെ എന്ത് പറ്റും, ഡെഫിസിറ്റ്സ് ഉണ്ടാകും. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ അത്രയും നാൾ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, നമ്മൾ ജനിച്ചപ്പോഴത്തേനും ഒന്നും ഒരു കുഴപ്പമില്ല, കുട്ടി കരയുന്നുണ്ടായിരുന്നു, മൈൽ സ്റ്റോൺസ് എല്ലാം സക്സസ്ഫുള്ളി കറക്റ്റ് ടൈമിന് അച്ചീവ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ കുട്ടി എന്തുവാണ്, ആര് വിളിച്ചാലും നോക്കുന്നില്ല, ഐ കോണ്ടാക്ട് തരുന്നില്ല, ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ ഇല്ല, അങ്ങനത്തെ രീതിയിലോട്ട് പോകും. ആൻഡ് അവിടുത്തെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് സ്ക്രീൻ ടൈമാണ്. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിനെ വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. അതായത് ഇത് ശരിക്കും ഓട്ടിസം അല്ല, അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലോട്ടോ ഓട്ടിസം എന്ന കണ്ടീഷനിലോട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷൻസിലോട്ടോ നമുക്കിതിന് ഇടാൻ പറ്റില്ല. കാരണം ഇത് ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഇഷ്യൂ അല്ല. കുട്ടിക്ക് ഹെൽത്തി ആയിട്ടാണ് ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ പോയത്, ബാക്കിയെല്ലാം ഹെൽത്തിയാണ്, ബാക്കിയെല്ലാം സക്സസ്ഫുള്ളി അച്ചീവ്ഡ് ആണ്. പക്ഷേ ഫോൺ യൂസ് അല്ലെങ്കിൽ TV സ്ക്രീനിന്റെ എക്സസീവ് എക്സ്പോഷർ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് സ്ക്രീനിന്റെ എക്സസീവ് എക്സ്പോഷർ കാരണം അവർക്ക് എന്ത് പറ്റുകയാണ്, ഓട്ടിസം പോലെയുള്ള സിംറ്റംസ് ഉണ്ടാവുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്നത്, നമുക്ക് എങ്ങനെ ആസ് പാരന്റ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്കറിയാൻ പറ്റും, ഒന്ന് സഡൻ ലോസ് ഓഫ് ഐ കോണ്ടാക്ട് ആണ്. അതായത് ഇത്രയും നാൾ ഉണ്ടായിരുന്നു, ഇത്രയും നാൾ ഐ കോണ്ടാക്ട് ഒക്കെ ഉണ്ടായിരുന്നു, പേര് വിളിച്ചാൽ കേൾക്കുമായിരുന്നു, കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്താണ്, ഐ കോണ്ടാക്ട് ഇല്ല. ഐ കോണ്ടാക്ട് വളരെ മോശമാണ്, നമ്മൾ വിളിച്ചാൽ കേൾക്കുന്നില്ല. നമ്മൾ അതിനെ നെയിം കോളിംഗ് റെസ്പോൺസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ രാമു എന്നൊരാളെ നമ്മൾ വിളിക്കുവാണ്, ഇപ്പൊ രാമു എന്ന് വിളിക്കുമ്പോൾ രാമു തിരിഞ്ഞു നോക്കുക എന്ന് പറയുന്നത് അയാളുടെ നെയിം കോളിംഗ് റെസ്പോൺസ് ആണ്. അല്ലെങ്കിൽ രാമുവിനെ നോക്കുമ്പോൾ അയാൾ നമ്മളെ നോക്കുന്ന അയാളുടെ ഒരു ഐ കോണ്ടാക്ടിന്റെ ഒരു എബിലിറ്റി ഉള്ളത് കൊണ്ടാണ്. പക്ഷേ അയാൾക്ക് അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക്, നമ്മുടെ കുട്ടിക്ക് വെർച്വൽ ഓട്ടിസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ക്രീൻ എക്സ്പോഷർ കഴിയുമ്പോൾ, ഒരു പോയിന്റ് കഴിയുമ്പോൾ അവർക്ക് ഇത്രയും നാൾ ഉണ്ടായിരുന്ന സ്കിൽസ് എന്ത് ചെയ്യും, കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്തൊന്നും ചിലപ്പോൾ ആ ഒരു സിംറ്റംസ് എടുത്ത് കാണിക്കണം എന്നില്ല. ആഫ്റ്റർ ഒരു പർട്ടിക്കുലർ ടൈം ആയിരിക്കും ഈ സിംറ്റംസ് എല്ലാം കൂടെ വളരെ എക്സ്പ്രസീവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ കണ്ടുപിടിച്ചില്ല, നമ്മൾ നേരത്തെ ആ ഒരു ഇന്റർവെൻഷൻ അവിടെ കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വളരെയധികം ദോഷകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. പക്ഷെ ഒരു ഗുഡ് തിങ് ഇൻ വെർച്വൽ ഓട്ടിസം ഇസ്, ഇത് നമ്മുടെ സാധാരണ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ പോലെ നമുക്ക് ഒരിക്കലും ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ അല്ല. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൽ നമുക്ക് ഒരു കംപ്ലീറ്റ് ക്യൂർ കൊണ്ടുവരാൻ പറ്റില്ല. റാദർ നമ്മൾ എന്തുവാണ് അവിടെ ചെയ്യുന്നത്, നമ്മൾ അവിടെ സിംറ്റംസ് മാനേജ് ചെയ്യുക, അവരെ കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ലിവ് ചെയ്യാൻ പഠിപ്പിക്കുക, ഇൻഡിപെൻഡന്റ് ജീവിക്കാൻ പഠിപ്പിക്കുക, കുറച്ചുകൂടെ സ്കിൽ ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ വെർച്വൽ ഓട്ടിസത്തിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അവരുടെ ഐ കോണ്ടാക്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, അവരുടെ ആ ഒരു നെയിം കോളിംഗ് റെസ്പോൺസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ മെയിൻ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരെണ്ണം സ്പീച്ച് റിഗ്രഷൻ എന്ന് നമ്മൾ പറയും. അതായത്